നമസ്കാരം. ഇസ്രായേലിൻ്റെ ധനമന്ത്രി ബസാലേൽ സ്മോട്രിച്ച് പറഞ്ഞിരിക്കുന്നത് ഇറാനുമായിട്ടുള്ള യുദ്ധം മൂലം ഏതാണ്ട് $12 ബില്യൺ നഷ്ടം ഇസ്രായേലിനുണ്ടായി എന്നാണ്. $12 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1,00,000 കോടിയിലധികം രൂപ വരെ. ഇസ്രായേലിനുണ്ടായ ഈ സാമ്പത്തിക നഷ്ടം തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ അതിലുപരി ഇസ്രായേലിന് നഷ്ടമായിരിക്കുന്നത് പണത്തേക്കാൾ മൂല്യമുള്ള മറ്റൊന്നാണ്. ഈ യുദ്ധം തുടങ്ങുന്നത് വരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രതാപം, അവരുടെ ഇമേജ് എത്ര വലുതായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ ലോകത്തുള്ള സകല രാജ്യങ്ങളെക്കാളും കരുത്തുറ്റ രാജ്യമാണ് ഇസ്രായേൽ എന്നാണ് നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും ചിന്തിച്ചിരുന്നത്. കാരണം ഇസ്രായേൽ പരാജയം അറിയുന്നില്ല. ഇസ്രായേൽ ആരെയും കയറി ആക്രമിക്കുകയാണ്. കയറി ആക്രമിക്കുന്നിടത്തെല്ലാം അവർക്ക് വിജയമാണ് കിട്ടുന്നതെന്നാണ് നമ്മുടെ പത്രമാധ്യമങ്ങൾ എഴുതിപ്പിടിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളെ നിരീക്ഷിച്ചാൽ ഇസ്രായേൽ പരാജയമാണ് തുടർച്ചയായിട്ട് ഏറ്റുവാങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇസ്രായേലിനെ കുറിച്ച് എഴുതി വരുന്ന വാർത്തകൾ അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, ലോകത്തിലേക്കും ഏറ്റവും കരുത്തുറ്റ രാജ്യം അവരുടേതാണ്, കാരണം അവരുടെ പിന്നിൽ അമേരിക്കയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അതുകൂടാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പ്രബല രാജ്യങ്ങൾ ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ തന്നെ ഇസ്രായേലുമായിട്ട് കൂട്ടുകൂടുന്നവരാണ്. അമേരിക്കയോ യൂറോപ്പോ ഒക്കെ കൊടുക്കുന്നത് പോലെയുള്ള പിന്തുണയൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഇസ്രായേലുമായിട്ട് ശത്രുതയില്ലാത്തവരും ഇസ്രായേലുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളവരുമാണ് ഈ രാജ്യങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ ലോകത്താരുമില്ല എന്ന ഒരു സാഹചര്യമാണ്. ഇസ്രായേൽ ഇത്രയ്ക്ക് കരുത്തുറ്റ രാജ്യമായതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രതാപിയായ രാജ്യമെന്ന ഇമേജിൽ വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിലനിന്നുകൊണ്ടിരുന്ന ഇസ്രായേൽ ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയ ശേഷമാണ് ആ സ്ഥാനത്ത് നിന്നും ആ സ്റ്റാറ്റസിൽ നിന്നും താഴേക്ക് പോകാൻ തുടങ്ങിയത്. യുദ്ധത്തിൻ്റെ 1-ാം ദിവസം പോലും ഇസ്രായേലായിരുന്നു താരം. കാരണം അവർ ഇറാൻ്റെ മണ്ണിലേക്ക് കടന്നു കയറി അവരുടെ പ്രമുഖരായിട്ടുള്ള ചില ശാസ്ത്രജ്ഞരെയും ഒപ്പം പട്ടാള മേധാവികളെയും കൊലപ്പെടുത്തി. അതൊരു സാധാരണ കാര്യമല്ല. അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് ചതിയിലൂടെയാണ് അത് ചെയ്തതെങ്കിലും അത് അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു നേട്ടമാണ്. തുടർന്ന് ഇറാൻ തിരിച്ചടി തുടങ്ങിയപ്പോൾ പലരും ഇറാനെ പരിഹസിച്ചു. ഇറാൻ പറഞ്ഞത് അവിടെ നിന്നും 200 ഡ്രോണുകൾ ഇസ്രായേലിന് നേരെ വിട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പല ഇസ്രായേലി ഭക്തന്മാരും പറഞ്ഞത് അത് 4-5 ദിവസം കൊണ്ടായിരിക്കും ഇസ്രായേൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇസ്രായേലി പട്ടാളക്കാർക്ക് വെടിവെച്ച് പരിശീലിക്കാൻ അവ ഉപകരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ ഭേദിച്ച് ഇസ്രായേലിലേക്ക് ഒരു ഈച്ച പോലും കടക്കുകയില്ല എന്നുള്ള അവരുടെ അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. അങ്ങനെ യുദ്ധം തുടങ്ങി. മെല്ലെ മെല്ലെ നമ്മൾ മനസ്സിലാക്കിയത് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ എത്താൻ തുടങ്ങിയെന്നതാണ്. അതായത് ചെറിയ ഓലപ്പടക്കം പൊട്ടിച്ചു തുടങ്ങി ഇറാൻ, പിന്നീട് അങ്ങോട്ട് അതിനേക്കാൾ വീര്യമുള്ള കുറെ കൂടി വീര്യമുള്ള പടക്കങ്ങൾ എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങുകയും അത് കഴിഞ്ഞ് അതിനേക്കാൾ വീര്യമുള്ള പുറത്തെടുക്കുകയും അവസാനം ഒരു രക്ഷയുമില്ലാത്ത ആയുധങ്ങളിലേക്ക് വരെ അവരെത്തുകയും ചെയ്യും. എല്ലാം തന്നെ നമ്മൾ കാണുന്നത് ഇറാൻ അവരുടെ മണ്ണിലിരുന്നു കൊണ്ട് മാത്രം ചെയ്ത കാര്യങ്ങളാണ്. ഇറാൻ കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതായത് ഒരു എയർ അറ്റാക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണമോ നടത്താതെ ഇറാൻ്റെ മണ്ണിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ആക്രമണങ്ങളൊക്കെ നടത്തിയത്. അതെല്ലാം അവരുദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ചെന്ന് പതിക്കുകയും ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. യുദ്ധം ആ ഒരു തലത്തിലേക്ക് എത്തിയപ്പോൾ, അതായത് ഒരു 7-8 ദിവസം യുദ്ധം മുമ്പോട്ട് പോയപ്പോൾ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഒരു കാര്യം തിരിച്ചറിഞ്ഞു: ഞങ്ങൾ ഇതുവരെ ഇസ്രായേലിനെ കുറിച്ച് ധരിച്ചു വെച്ചിരുന്നതൊക്കെ ശരിയായിരുന്നില്ല. ഇസ്രായേൽ നല്ല പോലെ അടി വാങ്ങി കൂട്ടുന്നത് കണ്ട് ആൾക്കാർ ഞെട്ടാൻ തുടങ്ങി. കാരണം അതുവരെ അവരുടെ മനസ്സിൽ ഇറാനെക്കുറിച്ചുണ്ടായിരുന്ന ധാരണ മറ്റൊന്നായിരുന്നു. ഒരു ദുർബലമായ രാജ്യം, വർഷങ്ങളായിട്ട് ഉപരോധം നേരിടുന്ന രാജ്യം, അവരുടെ പക്കൽ എന്ത് ആയുധമുണ്ടാകാനാണ്, അവരുടെ പക്കൽ എന്ത് സാങ്കേതിക വിദ്യയാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ തീർത്തും ദുർബലമായ ഒരു രാജ്യമാണെന്ന്
നമ്മുടെ പത്രമാധ്യമങ്ങൾ നമ്മുടെയൊക്കെ ആൾക്കാരെ എഴുതി ബോധ്യപ്പെടുത്തി വിശ്വസിപ്പിച്ചിരുന്നു. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കരുത്ത് അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന കരുത്ത് തന്നെയാണ് എന്നുള്ളത് ചിന്തിച്ചാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇറാൻ പരസഹായം കൂടാതെ സ്വന്തം അധ്വാനത്തിലാണ് കഴിഞ്ഞ 40-45 കൊല്ലമായിട്ട് നിലനിൽക്കുന്നത്. ഇസ്രായേലിനെ പോലെ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ സഹായം തേടിയോ സഹകരണം തേടിയോ അല്ല, മറിച്ച് അവർക്ക് വേണ്ടതൊക്കെ അവർ തന്നെ ഉണ്ടാക്കി ഉപരോധത്തെയൊക്കെ തന്ത്രപൂർവ്വം പലവിധ തന്ത്രങ്ങൾ പയറ്റി മറികടന്ന് അവരവരുടെ സാങ്കേതിക വിദ്യയും അവരുടെ കഴിവുകളും അനുദിനം മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ മെച്ചപ്പെടുത്തലിൻ്റെ ഒരു പ്രദർശനമാണ് നമ്മൾ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ കണ്ടത്. യഥാർത്ഥത്തിൽ അത് ഇസ്രായേൽ ഇറാൻ യുദ്ധമായിരുന്നില്ല, മറിച്ച് ഇറാനും റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മറ്റുള്ളവർക്കെല്ലാം ഉന്നതമായ സാങ്കേതികവിദ്യയുണ്ട്, അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും ഒക്കെ അവർക്ക് സഹകരണമുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ. ഒരിക്കൽ ട്രംപ് പറഞ്ഞ് ഞാൻ കേട്ടതാണ്, അമേരിക്കയിൽ ഒരു മിസൈൽ ഉണ്ടാക്കാൻ ചിലവാകുന്നതിൻ്റെ 50-1 പോലും ഇറാനികൾ ചിലവാക്കുന്നില്ല. അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, കഴിവുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്രായേലിന് ഈ യുദ്ധം മൂലം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യങ്ങളും മറ്റും എല്ലാം അവിടെ കിടന്നോട്ടെ, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് അവരുടെ ആ ഇമേജ് തകർന്നു പോയതാണ്. വർഷങ്ങളായിട്ട് അവർ കെട്ടിപ്പൊക്കി വെച്ചിരുന്ന അപരാജിതർ എന്നുള്ള ആ ഇമേജ്, ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള അവരുടെ ആ ആത്മവിശ്വാസം, ഇസ്രായേലിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇസ്രായേലിൻ്റെ മിലിറ്ററിയുടെ കഴിവ് മൂലം സുരക്ഷിതരാണ് എന്നുള്ള അവരുടെ അഹങ്കാരം, ഇതെല്ലാമാണ് ഈ യുദ്ധത്തിലൂടെ തകർന്നു പോയത്. ഇസ്രായേലുകൾ പറഞ്ഞത്, ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ദുഷിച്ച സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. ഇതും ഒരു ചെറിയ യുദ്ധത്തിൻ്റെ സമയത്ത് അവരനുഭവിച്ച കാര്യമാണ്. ശരിക്കും ഇതൊരു ഫുൾ ഫ്ലഡ്ജഡ് വാർ ഒന്നുമായിരുന്നില്ല. ഇറാൻ അതിശക്തമായിട്ടൊന്നും ഇസ്രായേലിനെ ഇതുവരെയും ആക്രമിച്ചിട്ടുമില്ല. ഇങ്ങോട്ടടിക്കുന്ന അടിക്ക് ഓരോരോ തിരിച്ചടികൾ മാത്രമാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇസ്രായേലിനെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇറാനെങ്കിൽ, ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാൻ മനസ്സുള്ള ഒരു ഭരണകൂടമായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എത്ര ദുഷ്കരമാകുമായിരുന്നു, എത്ര വർഷങ്ങളെടുത്താലാണ് അവർക്ക് അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്നാൽ ആ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് നെതന്യാഹു അമേരിക്കയുടെ സഹായം തേടിയത്. അമേരിക്കയുടെ സഹായം തേടി അവർ യുദ്ധം നിർത്തിവെച്ചില്ലായിരുന്നെങ്കിൽ ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ പരാജയം ഇസ്രായേൽ മാത്രമായിരിക്കും നേരിടുമായിരുന്നത്. ഇസ്രായേലിന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ബോധ്യമായി, തങ്ങൾ ഇതുവരെ കെട്ടിപ്പൊക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ ഇതുവരെ അവകാശപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ അവകാശപ്പെടാൻ മാത്രം പറ്റുന്ന കാര്യങ്ങളാണെന്നും യഥാർത്ഥ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ തങ്ങൾ പൂർണ്ണ പരാജയമാണെന്നും അവർക്ക് ബോധ്യമായി. അമേരിക്കയുടെ സഹായമില്ലാതെ ഒരു 10 ദിവസം പോലും ഇറാനെ പോലെയുള്ള ഒരു രാജ്യമായിട്ട് മുട്ടി നിൽക്കാൻ തങ്ങൾക്കാവില്ല എന്നുള്ളതും അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ മറുഭാഗത്ത് ഇറാന് ഈ യുദ്ധമുണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ നമുക്ക് എണ്ണിപ്പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇസ്രായേലിനുണ്ടായതുപോലെ സാമ്പത്തിക നഷ്ടം അവർക്കും ഉണ്ടായിട്ടുണ്ട്, ചില വ്യക്തികളുടെ നഷ്ടം അവർക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇതുമൂലം ഉണ്ടായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് എന്തായിരുന്നോ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന അവരുടെ ഇമേജ്, അത് പൂർണ്ണമായും മാറി കരുത്തുറ്റ ഒരു രാജ്യം, ഒരാൾക്കും തോൽപ്പിക്കാനാവാത്ത ഒരു രാജ്യം എന്ന നിലയിലേക്ക് അവരുടെ ഇമേജ് മാറിയിരിക്കുകയാണ്. അതുകൂടാതെ മൊസാദിനെ പോലെയുള്ള ചാരസംഘടനകൾക്ക് ഇനി ഒരിക്കലും ഇറാനെ പഴയപടി ചതിക്കാൻ പറ്റില്ല. ഈ യുദ്ധത്തിലൂടെ ഇറാൻ അവരുടെ ദൗർബല്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതവർക്കൊരു അനുഭവ പാഠമായിരുന്നു. അവരവരുടെ കരുത്തിൽ ഊറ്റം കൊണ്ടിരുന്നുവെങ്കിലും ആ കരുത്ത് ലോകം അറിഞ്ഞപ്പോൾ ലോകം അവരെ അംഗീകരിച്ചെങ്കിലും അവർക്ക് ധാരാളം ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങളിൽ ഒന്നാണ് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ അപര്യാപ്തത. അതുകൂടാതെ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ വീഴ്ച. ഒരുപക്ഷെ ഇറാൻ്റെ ധാരണ തങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെയൊന്നും ആക്രമിക്കാൻ പോകാത്തതുകൊണ്ട് ഇങ്ങോട്ടാരും യുദ്ധത്തിനൊന്നും വരില്ല, അതുവരെ ഉണ്ടായിരുന്നത് പോലെ ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകൂ എന്നായിരുന്നിരിക്കണം. പക്ഷേ നേരിട്ട് തന്നെ ഒരു യുദ്ധത്തിന് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇറാൻ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് പഠിക്കാൻ പറ്റി. ഇപ്പോൾ അവർ ഇറാൻ്റെ ഉള്ളിൽ അവരുടെ രാജ്യത്തിരുന്നുകൊണ്ട് ആ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന അവരുടെ തന്നെ പൗരന്മാരെയും ഒക്കെ കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ ഇതിനകം അവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പല ആൾക്കാരെയും കൊലപ്പെടുത്തി കഴിഞ്ഞു. അതായത് തെളിവ് സഹിതം പിടികൂടിയ ആൾക്കാരെ അവർ കൊലപ്പെടുത്തി കഴിഞ്ഞു.
ഇനിയും അങ്ങോട്ട് ഇത്തരത്തിലുള്ള ചാരന്മാർക്ക് അവരുടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഇറാൻ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതുമൂലം ഇസ്രായേലിന് ഇനി ഒരിക്കലും പഴയതുപോലെ ഇറാനിലേക്ക് ചാരന്മാരെ വിട്ട് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഇനി അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഇസ്രായേൽ 10 വട്ടം ആലോചിക്കും. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആൾക്കാരുടെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമ്മൾ ആ രാജ്യങ്ങൾക്ക് യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ഇമേജും യുദ്ധത്തിന് ശേഷമുള്ള ഇമേജും നോക്കുമ്പോൾ ഇവിടെ യുദ്ധം കൊണ്ട് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇറാന് മാത്രമാണ്. ഇസ്രായേൽ പൂർണ്ണമായും ഒരു പരാജയമായിട്ട് മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ യുദ്ധാനന്തരം കാണുന്നത്. താങ്ക് യു.